ഇവിടെ നമ്മുടെ ഹീറോയോട് ഒരു ക്രിമിനലിന് കോടതിയിലേക്ക് കൊണ്ടുപോകാനായി എസ്കോർട്ട് ഡ്യൂട്ടി കൊടുത്ത് പറഞ്ഞയക്കുന്നു. എന്നാൽ ബസ്സിൽ വെച്ച് ആ ക്രിമിനലിന്റെ ആളുകൾ നമ്മുടെ ഹീറോയെയും ഹീറോയുടെ ഫ്രണ്ടിനെയും ആക്രമിച്ച് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഹീറോ പൊതുജനങ്ങളെ പോലും നോക്കാതെ ഓപ്പൺ ഫയർ ചെയ്ത് എൻകൗണ്ടർ ചെയ്ത് അവനെ വെടിവെച്ച് കൊല്ലുന്നു. ഈ അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് RDO ഹീറോയ്ക്കെതിരെ അന്വേഷണം വെക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ലവ് മാരേജ് ചെയ്ത് ഭാര്യയും കുഞ്ഞുമായി സന്തോഷമായി ജീവിക്കുന്നു. ഒരു ദിവസം ഹീറോയുടെ സുഹൃത്ത് അവന്റെ അമ്മയ്ക്ക് അസുഖം കാരണം ലീവ് ചോദിക്കുന്നു. എന്നാൽ അന്ന് അവൻ എസ്കോർട്ട് ഡ്യൂട്ടി ഉണ്ടായതിനാൽ ഇൻസ്പെക്ടർ ലീവ് തരില്ലെന്ന് പറയുന്നു. അവൻ പോകേണ്ട എസ്കോർട്ടിന് ഞാൻ പോകാമെന്നും അവന് ലീവ് കൊടുക്കൂ എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അബ്ദുൽ എന്നൊരു പയ്യനെ എസ്കോർട്ട് ചെയ്ത് തൃച്ചിയിലെ കോടതിയിൽ എത്തിക്കാനായി ഹീറോ 2 PC-മാരോടൊപ്പം തൃച്ചിയിലേക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ച് അബ്ദുൽ ഹീറോയോട് എനിക്കായി ഒരു ചെറിയ സഹായം ചെയ്യണേ സാർ, നാളെ കോടതിയിലേക്ക് പോകുമ്പോൾ എന്റെ കയ്യിൽ വിലങ്ങിടാതെ കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കുന്നു. ഹീറോ എന്താ നീ രക്ഷപ്പെടാൻ നോക്കുകയാണോ, ഇന്ന് ശരിയായി ഉറങ്ങിക്കോ എന്ന് പറയുന്നു. അപ്പോഴാണ് അബ്ദുൾ 5 വർഷം മുമ്പുള്ള തന്റെ ജീവിതത്തെ ഒരു ചെറിയ കട വെച്ചായിരുന്നു അവനും അവന്റെ അമ്മയും ജീവിച്ചിരുന്നത്. കലൈസി എന്നൊരു പെൺകുട്ടിയെ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ബസ് 10 മിനിറ്റ് നിർത്തുമെന്ന് പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരു ടീ കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയും വീണ്ടും അബ്ദുവിനെ ബസ്സിൽ കയറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം ഹീറോയോടൊപ്പം വന്ന 2 PC-മാരുടെ ശ്രദ്ധക്കുറവ് കാരണം അവർ ബസ് മിസ് ചെയ്യുന്നു. പിന്നെ ഹീറോ എങ്ങനെയൊക്കെയോ ബസ് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ബസ്സിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ അബ്ദുവിനെയും ലോഡ് ചെയ്തിരുന്ന തോക്കും കാണുന്നില്ല. ഉടനെ തന്നെ ഹീറോ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനായി പോകുന്നു. അവിടെ ചെന്നപ്പോൾ അബ്ദുൽ അവിടെ ഇരിക്കുന്നതായി കാണുന്നു. അപ്പോൾ ആ 2 PC-മാർ അബ്ദുലിനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ നിങ്ങളുടെ മേൽ തെറ്റുണ്ടായിട്ട് നിങ്ങൾ അവനെ അടിക്കാൻ പോകുന്നു എന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ഇൻസ്പെക്ടർ അവരെ അവിടെ നിന്നും ഒരു ലോറിയിൽ കയറ്റി അയക്കുന്നു. ഇതോടെ ഹീറോയ്ക്ക് അബ്ദുവിനോട് കുറച്ച് കരുണ തോന്നുന്നു. ആരെ കൊന്നതുകൊണ്ടാണ് 5 വർഷമായി നീ അകത്തിരിക്കുന്നത് എന്ന് അവൻ അബ്ദുവിനോട് ചോദിക്കുന്നു. അതിന് അബ്ദുൽ തന്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നു. അവന്റെ അമ്മ ഈ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കലൈസിയുടെ വീട്ടുകാർ അറിയുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല, നീ അവളെ മറക്കണം എന്ന് പറയുന്നു. ഇതിനിടയിൽ കലൈസിയുടെ അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞ അബ്ദുലിനെ അടിക്കാൻ വേണ്ടി വരുന്നു. അടിക്കിടയിൽ കലൈസിയുടെ അച്ഛൻ അവന്റെ അമ്മയെ അടിക്കുന്നു. ആ ദേഷ്യത്തിൽ അവൻ കലൈസിയുടെ അച്ഛനെ തള്ളിയിടുകയും അവന്റെ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് അവൻ താൻ തള്ളിയിട്ടത് കൊണ്ട് തല കല്ലിൽ തട്ടി കലൈസിയുടെ അച്ഛൻ മരിച്ചെന്നറിയുന്നു. അവൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മയും മരിക്കുന്നു. എന്നാൽ 5 വർഷമായി അവൻ ഏത് കോടതിയിൽ വന്നാലും കല അവനെ കാണാൻ വരാറുണ്ട്. നാളെ അവൾ വരുന്നത് കൊണ്ടാണ് നാളെ കോടതിയിൽ പോകുമ്പോൾ വിലങ്ങിടാതെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചത് എന്ന് അത് കേട്ട ഹീറോ അടുത്ത ദിവസം കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ വിലങ്ങിടാതെ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കണ്ട കല വളരെയേറെ സന്തോഷിക്കുന്നു. ഹീറോ ഇരുവരെയും വിളിച്ച് ഇനി എത്ര വർഷം ഇങ്ങനെ തന്നെ ഇരിക്കാനാണ്, ഒരു ലോയറെ വിളിച്ച് ഇവനെ പുറത്തിറക്കാൻ ശ്രമിക്കാമല്ലോ എന്ന് കലയോട് ചോദിക്കുന്നു. അവൾ ഒരു ലോയറെ കാണാൻ പോയതായി പറയുന്നു. പക്ഷെ അത് വീട്ടിലറിഞ്ഞപ്പോൾ വലിയ പ്രശ്നമുണ്ടായി എന്നും പറയുന്നു. അവരുടെ അവസ്ഥയറിഞ്ഞ ഹീറോ അവരെ സഹായിക്കണമെന്ന് തീരുമാനിച്ച് ജഡ്ജ് ക്യാബിനിൽ ഇരിക്കുമ്പോൾ 2 പേരെയും അകത്തേക്ക് അയക്കുന്നു. ജഡ്ജ് അബ്ദുലിന്റെ കേസ് ഫയൽ നോക്കുന്നു. ഈ സമയത്തേക്ക് നീ പുറത്തിറങ്ങിയിരിക്കണം, പക്ഷേ ഈ കേസ് ഇനിയും ട്രയൽ പോലും വന്നിട്ടില്ല. അടുത്ത തവണ കൺസിഡർ ചെയ്ത് ചിലപ്പോൾ നിന്നെ വെറുതെ വിടാം, വിഷമിക്കാതെ പോകൂ എന്ന് പറഞ്ഞ ജഡ്ജ് അവനെ പറഞ്ഞയക്കുന്നു. അവിടെ നിന്നും ഇറങ്ങിയ അബ്ദുവും കലയും ഹീറോയുടെ കാല് പിടിച്ച് നന്ദി പറയുന്നു. അടുത്ത തവണയും എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ തന്നെ വരുമോ സാർ എന്ന് അബ്ദു അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്നേ ദിവസം ഹീറോയ്ക്കെതിരെ RDOയുടെ അന്വേഷണം ഉള്ളതിനാൽ അബ്ദുലിനെ മറ്റൊരു PC-യാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറുവശത്ത് കലൈസിയുടെ ചേച്ചി കുറച്ച് പണം കൊടുത്ത് അബ്ദുലിനെ റിലീസായ ശേഷം നിങ്ങൾ 2 പേരും ഒന്നിച്ച് പോയി സന്തോഷമായി ജീവിക്കൂ എന്ന് പറഞ്ഞ് കലയെ അയക്കും. എന്നാൽ ഈ കാര്യം അവളുടെ മാമൻ അറിയുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. കോടതിയിൽ എത്തിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ജഡ്ജ് അല്ലാതെ മറ്റൊരു ജഡ്ജ് വരുന്നു. ഉടനെ തന്നെ അന്ന് എസ്കോർട്ടിന് പോയ PC ഹീറോയെ വിളിച്ച് കാര്യം പറയുന്നു. ഇന്നുണ്ടായിരുന്ന ജഡ്ജ് ആണെങ്കിൽ അടുത്ത ഹിയറിംഗിനായി അബ്ദുലിനോട് വരാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ട അബ്ദു കഴിഞ്ഞ പ്രാവശ്യത്തെ ജഡ്ജ് എന്നെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞതാ സാറേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കരയുന്നു. ഈ സമയത്ത് തന്നെ ഹീറോ അവിടെ എത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ ജഡ്ജ് പറഞ്ഞതെല്ലാം അവരോട് പറയും. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഹീറോയെ അവിടെ നിന്നും പുറത്താക്കും. ഇതിനിടയിൽ കല വന്നിട്ടില്ല എന്നറിഞ്ഞ ഉടനെ അബ്ദു പോലീസിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നു. പോലീസുകാർ അവനെ വളഞ്ഞിട്ട് പിടിക്കുന്ന സമയത്ത് തന്നെ കല അവളുടെ മാമന്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു വരുമ്പോൾ ബസ്സിൽ വെച്ച് അബ്ദുവിനെ കാണുന്നു. അവനെ കണ്ട ഉടനെ തന്നെ അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി വരുമ്പോൾ മറ്റൊരു ബസ് അവളെ ഇടിച്ച് അവിടെ അപകടം സംഭവിക്കും. അവരെല്ലാവരും അവൾ മരിച്ചുപോയി എന്ന് കരുതുന്നു. പോലീസുകാർ അബ്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ പിന്നീട് ഹീറോ പോയി നോക്കുമ്പോൾ കല മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞേ തന്നെ അവളെയും കൂട്ടി അബ്ദുവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഒടുവിൽ 5 വർഷത്തിനു ശേഷം അബ്ദു റിലീസ് ആവുകയും കലയുമായി ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നു.